കുറഞ്ഞ രൂപയ്ക്ക് കുറഞ്ഞ പൈസക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന നല്ല ആരോഗ്യമുള്ള നല്ല അടിപൊളി 2 ജേഴ്സി പശുക്കളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. 50, 55, 60 മേലെ ഈ പൈകൾ പഠിക്കാൻ. ചിന്താമണി ബ്രൈഡ് ഫസ്റ്റിലെ പ്രസവമാണ്. മണിച്ചേട്ടന്റെ അതേ തലപ്പൊക്കം ഏതാണ്ട് പശുവും മണിച്ചേട്ടനും ഒരേ രീതി. രണ്ടാം പ്രസവത്തിനൊക്കെ ഒരു 10-25 കടിക്കേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഇതില്. രണ്ടാമത്തെ കിടാരി ജേഴ്സിയാണ്. ഫോമുകാർക്ക് പറ്റിയ പയ്യ. വളരെ നൈസ് തൊലിയാണ്. നല്ല പാൽശേഷം ഉണ്ടാവും. നമുക്ക് പാൽ എത്ര വരെ പ്രതീക്ഷ? ഒരു 10-15 ലിറ്റർ കടിക്കും 2 നേരം കൂടി. ഇങ്ങനത്തെ പൈകൾ വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞു പിടിച്ച് മേടിച്ചു കൊടുക്കുക. അപ്പൊ നല്ല വീട്ടുപാർട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള, അതായത് നമുക്ക് കുറഞ്ഞ രൂപയ്ക്ക് കുറഞ്ഞ പൈസക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന നല്ല ആരോഗ്യമുള്ള നല്ല അടിപൊളി 2 ജേഴ്സി പശുക്കളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മളോടൊപ്പം നമ്മുടെ മണിച്ചേട്ടനാണുള്ളത്. മണിച്ചേട്ടാ, ഇവളന്മാരെ നമുക്ക് എത്ര പാൽ വരെ കിട്ടാൻ സാധ്യതയുണ്ട്? ഇത് 2 നേരം കൂടി ഒരു 15 ലിറ്റർ പാലുകൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ നിൽക്കുമോ? നമുക്ക് സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ 50, 55, 60 മേലെ 60, 65, 70 വരെയൊക്കെ ഈ പൈകൾ പഠിക്കാൻ ആ രീതിയിലുള്ള പശുക്കൾ. ആ രീതിയിലുള്ള അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് പശുക്കൾ നമ്മുടെ ഇതുമാതിരി ജേഴ്സി പശുക്കൾ ഒരുപാടെണ്ണം നമ്മുടെ കൈവശം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ടയാണ്. ഇത് മുട്ട രണ്ടാമത്തെ കിടാരിയാണ്. മുട്ട ഒരാഴ്ച കൊണ്ടാവും. മടികാമ്പിലൊക്കെ പാല് കൂടുതൽ കടിക്കുന്നു തോന്നുന്നുണ്ട്. നമ്മള് എന്തെങ്കിലും പാല് ഇത്ര വേണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതിനുള്ള ആരോഗ്യമുണ്ട്. ഒരു 15 ലിറ്റർ കടിക്കുന്നുള്ളത്. ഇതൊരു 10 ദിവസം മേൽ കടിക്കും. ഇത് ഒരാഴ്ച കൊണ്ടാവും. ഇത് രണ്ടല്ലേ? രണ്ടാമത്തെയാ. രണ്ടാം പേരാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ്. ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പശുക്കൾ. നല്ല കാണാൻ ഐശ്വര്യം, നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും പറ്റിയ പൈക്കളാണ്. ലോണുകാർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ പൈക്കൾ പറ്റും. ചിന്താമണി ബ്രൈഡ് ഫസ്റ്റിലെ പ്രസവമാണ്. ഫസ്റ്റിലത്തെ പ്രസവം. ചിന്താമണി കുട്ടികളാ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് മണിച്ചേട്ടന്റെ അതേ തലപ്പൊക്കം. ഏതാണ്ട് പശുവും മണിച്ചേട്ടനും ഒരേ രീതി. 4 വലിയ കിടാരിയാണ്. ശരിക്കും ഇതിന്റെ നിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒട്ടകത്തിന്റെ പൊക്കം ഉണ്ട്. അങ്ങനെ തന്നെ പറയാം. അത്ര പൊക്കം തൊട്ടും ജാതി വലുപ്പമുള്ള പയ്യ. ശരിക്കും കന്നിയാണ്. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ചേട്ടാ? ഒരു 15 ദിവസം ഉണ്ട്. 15 ദിവസം. അതിനുള്ള മടി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുള്ളൂ. നമുക്കേ ഇത് പാല് നമുക്ക് എന്തായാലും അളവ് പറയുന്നില്ല. അത് പറയുന്നില്ല. നമുക്ക് ഒരു 2ാം പേരും 3ാം പേരൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 10-25 മേളിൽ പ്രതീക്ഷിക്കാം. ആ നിരക്കുള്ള പശുവാണ്. നല്ല ആരോഗ്യമുള്ള ഫാം പശു. എങ്ങനെ പറയാം, ഫോമുകളിലേക്ക് പറ്റും. വീടുകളിലേക്ക് ഇത്ര വലിയ പൈ മേടിക്കത്തില്ല. അതൊക്കെ ജേഴ്സി അപ്പോൾ നമ്മൾ കാണിച്ചില്ലേ, അതുകളൊക്കെ പറ്റും. ഇതുകളൊക്കെ നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ പൈ മേടിച്ചാൽ ബ്രീഡ് വന്നുകൊണ്ടേയിരിക്കും. ആ വീട്ടിൽ പെരുകും. നമുക്കിതിപ്പോ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നൊക്കെ ലക്ഷത്തിന് മേലുള്ള വിലകളാണ്. ലക്ഷത്തിന് മേളിൽ നോക്കിയാൽ നമ്മൾ മേടിക്കുന്നത് അതിന് മേലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ലാഭം കടിക്കും. ഇങ്ങനത്തെ കുട്ടികളെല്ലാം മേടിച്ചു കൊടുക്കും. ഇത് കയ്യിൽ നിന്ന് പോയാൽ, അതായത് സെയിലായി പോയാൽ ഇതേപോലത്തെ പശുക്കൾ ഇനിയും വരും. പിന്നെ ഇതേമാതിരത്തെ പല്ല് കിടാരി, ഇതേ പൊലവും പൊക്കമുള്ള കിടാരി മേടിച്ചു കൊടുക്കുക. എന്നെ സമീപിച്ചാൽ മതി, എന്നെ വിളിച്ചാൽ മതി. എന്റെ നമ്പർ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇത് രണ്ടാമത്തെ കിടാരി ജേഴ്സിയാണ്. ഫോമുകാർക്ക് പറ്റിയ പയ്യ. അതായത് വലിപ്പമുള്ള ജേഴ്സിയാണ്. വലിപ്പമുള്ള ജേഴ്സിയാണ്. ഫാമിലേക്ക് പറ്റിയ പയ്യാണ്. രണ്ടാമത്തെ പ്രസവമാണിത്. അത്യാവശ്യം നല്ല മത്സരത്തിൽ ഒരാഴ്ച കൊണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടാകുന്ന പയ്യ. ഒരാഴ്ച കൊണ്ടാവും അല്ലെ? ഫോമിലേക്ക് പറ്റിയ പയ്യ. അത്യാവശ്യം നൈസ് തൊലിയാണ്. വളരെ നൈസ് തൊലിയാണ്. നല്ല പാൽശേഷം ഉണ്ടാവും. നമുക്ക് പാൽ എത്ര വരെ പ്രതീക്ഷിക്കാം? പാലൊക്കെ ഒരു 20 താഴെ പ്രതീക്ഷിക്കാം. 20 താഴെ? ആ, ജേഴ്സി ആയതുകൊണ്ട് 20 താഴെ 20 മേലെ പ്രതീക്ഷിക്കണ്ട. ഒരു 10-15 ലിറ്റർ കടിക്കും 2 നേരം കൂടി നമുക്ക് കിട്ടും. അതിലൊന്നും മാറ്റമൊന്നുമില്ല. നമുക്ക് എത്ര ചോദിക്കുന്നത്? ഇതൊക്കെ 80-85 രൂപ ചോദിക്കുന്നുണ്ട്. നമുക്കത് അനുസരിച്ച് ചെയ്യാം. പൈ വലിപ്പമുള്ളതാണ്. സൂപ്പർ പൈയാണ്. എന്താ പറഞ്ഞ പിന്നെ 60-65 മേടിച്ചു തരാ പറയുന്നതൊക്കെ ഈ പൈ കടിക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ കടിക്കത്തില്ല. ഇത് ഒരു എച്ചപ്പിന്റെ ബ്രീഡ് പശുവാണ്. ഫസ്റ്റിലെ പ്രസവമാണ്. ഇതും കന്നി പ്രസവം. 4 വലിയ കിടാരിയാ. 4 വലിയ പ്രസവിക്കാറായതുകൊണ്ട് 2 ഈറ്റ് പ്രസവിച്ചതിന് കാമമടിയാ. അതെ. എത്ര ദിവസം ഉണ്ട് ഇത്? ഒരാഴ്ച കൊണ്ടാവും. ഒരാഴ്ച കൊണ്ട്? ഒരു 8 ദിവസം കൊണ്ട് പയ്യാവും. നല്ല അടക്കം ഒതുക്കമുള്ള നല്ല ഫോമിലേക്ക് പറ്റിയ പയ്യകളാ. ഇതൊക്കെ ഒരുപാട് വർഷം ആയുസിനൊന്നുമില്ല. ഒരുപാട് വർഷം നിർത്താം. അങ്ങനത്തെ പയ്യകളാണ്. എച്ച് ക്രോസ്. കന്യായതുകൊണ്ട് നമ്മൾ പാലിന്റെ അളവ് ഇതിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല.
അത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു രണ്ടാം പ്രസവം ഒക്കെ ആകുമ്പോഴത്തേക്ക് 25 രണ്ടാം പ്രസവത്തിനൊക്കെ ഒരു 10-25 കടിക്കേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഇതില്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക്? ഇതൊക്കെ അണ്ണാ, ഇതൊക്കെ ഫോമുകളിലേക്ക് ഇതൊക്കെ ഉറുപ്പിന് മേലുള്ള പയ്യ, ₹1 പ്ലസ് ഉറുപ്പിന്റെ മുകളിലുള്ള പയ്യാണ്. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനത്തെ പയ്യൊന്നും നമ്മൾ നാട്ടിൽ പോയി കിടക്കാറില്ല. കടിക്കില്ല നല്ല ഹെൽത്തുള്ള പയ്യകളാണ്. ഇങ്ങനത്തെ പയ്യ എത്ര ലോങ് വേണമെങ്കിലും കൊണ്ടുപോകാം. അതൊന്നും ഒരു പ്രശ്നവും ഒരു വണ്ടിയിൽ വീഴത്തെ ഒന്നുമില്ല. കിടാരിയാണല്ലോ വില കൂടുതലുള്ളതാണ്. പക്ഷെ എന്നാൽ മോഹക്കാർ കണ്ട ഇങ്ങനത്തെ പൈ വരത്തില്ല. ഇങ്ങനത്തെ ഹെൽത്തുള്ള പൈകളാണ് ഫോമുകാർക്കും വീട്ടുകാർക്കും മേടിക്കേണ്ടത്. ഇങ്ങനത്തെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. യഥാർത്ഥ കാൽസ്യം പോരാണ്ട് വരില്ല, പാലിൽ വലിയ കുറവ് വരില്ല. അങ്ങനത്തെ ഉള്ള പൈകളൊക്കെയാണ്. 10 രൂപ കൂടിയാലും നല്ലത് കൊണ്ടുപോകണം, അതാണ് ശരി. അപ്പോൾ ഈ ക്വാളിറ്റിയുള്ള നല്ല നല്ല പശുക്കളെ മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനായിട്ട് നമ്മുടെ മണിച്ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ